നമസ്കാരം, വർഗീസാണ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ ഒരു ഫാർമറുടെ അടുത്താണ്. സുക്കാഭൂമിയിലെ ഇന്നത്തെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. ഇനി ഞങ്ങൾ ഇവിടുന്ന് ജക്കാർത്തയിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് 2 ഫാം കൂടി വിസിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ഫാമിൽ ഞങ്ങളിപ്പോഴെത്തി. ഏകദേശം 11 മണിയായി. ഇതിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ഫാമിന്, അത് നിങ്ങളോട് പറഞ്ഞു തരാം. ഇത് ജിപ്സം ബോർഡിൻ്റെ ചാനൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന റൂഫ് ഷീറ്റാണ്. ഇത് ഓവർവ്യൂ നിങ്ങൾക്ക് കാണാം. ഇതെന്തുകൊണ്ടാണ് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ, ഇതിന് പ്രത്യേകത ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് ഈ ടെൻറ്റ്. ഈ ജിപ്സം ബോർഡിൻ്റെ ചാനലുകൾ ഉപയോഗിച്ച്, ഇത് ജിപ്സം ബോർഡിൻ്റെ ചാനലുകളാണ്. വളരെ കട്ടി കുറഞ്ഞ ഗാൽവനൈസ്ഡ് ആയിട്ടുള്ള ഷീറ്റാണിത്. ഇതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു കത്തര, ഇരുമ്പ് കട്ട് ചെയ്യുന്ന കത്തര കൊണ്ട് കട്ട് ചെയ്ത് നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കാം. നെറ്റ് ബോൾട്ടൊക്കെ സെൽഫ് സ്ക്രൂസ് സെറ്റ് ചെയ്യാം. ഇത് നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ്. അങ്ങനെ റൂഫിംഗ് സിസ്റ്റം. ഇനി മറ്റൊന്ന്, ഇതിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊന്ന്, ഇതിനുള്ളിലെ ടാങ്കുകളാണ്. ഈ ടാങ്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ജിപ്സം ബോർഡിൻ്റെ ചാനൽ കൊണ്ടാണ്. കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ ചാനലുകൾ ഉപയോഗിച്ച് ഓരോ ടാങ്കും ചെയ്തതിന് ശേഷം അതിനകത്ത് പടുത സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ നോക്കിയാൽ കാണാം, ഇവിടെ ജിപ്സം ബോർഡാണ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ ജിപ്സം ബോർഡ് ഇട്ടാൽ സൈഡിൽ ഉള്ളിൽ നിന്ന് ജിപ്സം ബോർഡ് സ്ക്രൂ ചെയ്യും. അതിന് ശേഷമാണ് പടുത ഇട്ടിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട്, കോസ്റ്റ്ലെസ്സായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിസ്റ്റമാണിത്. ഇത് ചാനൽ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും ഇപ്പോൾ ഇത് ഏകദേശം 1, 2, 3, 4 മീറ്ററുണ്ട്. 4 മീറ്ററിൻ്റെ 1, 2, 3, 4, 5 ടാങ്ക് ഉണ്ട്. അതായത് 4 മീറ്ററിൻ്റെ 5 ടാങ്ക്, 4 മീറ്റർ ബൈ 2 മീറ്ററിൻ്റെ 5 ടാങ്കാണ് ഇതിലുള്ളത്. ഇതിൽ ആണ് അദ്ദേഹം മത്സ്യങ്ങളെ വളർത്താനായിട്ടും ബ്രീഡിങ്ങിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വെള്ളം കുറച്ചിട്ടിരിക്കുകയാണ്, മത്സ്യങ്ങളെല്ലാം ഇല്ല ഇതിൽ. നമുക്ക് ഇവിടെ ഇതിലുണ്ടോ, ഇതിൽ മീനുണ്ടോ? ഇതിൽ മീനുണ്ടോ? ഇതിൽ ബ്രൂഡ് സ്റ്റോക്ക് ഉണ്ട്. അവരുടെ ക്യാറ്റ് ഫിഷിൻ്റെ ബ്രൂഡ് സ്റ്റോക്കാണ് ഇതിലുള്ളത്. ക്യാറ്റ് ഫിഷും മിക്സ് ചെയ്തിട്ടിരിക്കുന്നത് ഇതിനകത്ത്. പിന്നെ ഇതിൽ മറ്റ് നമ്മുടെ കുളവാഴ ഉണ്ട്. അത് ബ്രൂഡ് സ്റ്റോക്കിന് വേണ്ടിയിട്ട് ആണ് അവിടെ കുളവാഴ ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ മണലിടുക. സാധാ മണലില്ലേ, അപ്പോൾ ചൂടും തണുപ്പും. കുളവാഴ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ബ്രൂഡ് സ്റ്റോക്ക് ഹാച്ചിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ടാങ്ക് വളരെ സിമ്പിളായിട്ട് നിർമ്മിക്കാം. ഇതിൽ കുറേ മത്സ്യങ്ങളുണ്ട്. ഈ ഫാർമർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹം വലിയ ചേമ്പിൻ്റെ ഇലയൊക്കെ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബ്രൂഡ് സ്റ്റോക്കിന്. ഈ ഫാർമർക്കൊരു പ്രത്യേകത എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ഓൺ പ്രോബയോട്ടിക്സാണ് ഉപയോഗിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഓൺ പ്രോബയോട്ടിക് ഉപയോഗിച്ചാണ് ഇദ്ദേഹം ഇവിടെ ബയോഫ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ റിസർച്ച് സെൻറ്ററിൽ നിന്നും അവരുടെ ആളുകളൊക്കെ വന്ന് ഫ്ലോക്ക് ടെസ്റ്റ് ചെയ്യും ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇതൊരു സെക്ഷനാണ്. അടുത്ത സെക്ഷനിലേക്ക് പോകാം. വർഗീസ്.